നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം, എപ്പോഴും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ ബൗണ്ടറീസ് എന്തൊക്കെയാണ് എന്നറിയാമോ? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. 7 ടൈപ്സ് ഓഫ് ബൗണ്ടറീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെയും ബൗണ്ടറീസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ഈ ബൗണ്ടറീസ് എന്താണെന്ന് മനസ്സിലാക്കുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്. ഒന്നാമത്തെ ബൗണ്ടറിയാണ് സെൽഫ് റെസ്പെക്റ്റ് ബൗണ്ടറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോളറേറ്റിംഗ് ഡിസ്റെസ്പെക്റ്റ്. എത്ര കണ്ട് ഒരാൾ നമ്മളെ അപമാനിക്കുന്നത് സഹിച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ എന്താണോ സഹിക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചിരിച്ച് തള്ളുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരിക്കും ആളുകളുടെ മനസ്സിൽ വരിക. അപ്പോൾ എപ്പോഴും നമ്മളൊരു ലൈൻ വരയ്ക്കാൻ മറക്കരുത്. ഏതൊരു ബന്ധത്തിലാണെങ്കിലും ആളുകൾക്ക് എന്തൊക്കെ നമ്മളെ പറയാം, ഇന്നതിൻ്റെ അപ്പുറം കടക്കരുത്, അതിനപ്പുറം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ അവരോട് കൺവേ ചെയ്യുകയും വേണം. ഏതൊരാളാണെങ്കിലും നമ്മളെ ഇന്നതൊക്കെ പറയാം, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എപ്പോഴാണ് ആളുകൾ ആ ലൈൻ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ അവരെ കൺഫ്രണ്ട് ചെയ്യുകയും വേണം. എനിക്കത് ഇഷ്ടമായില്ല, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് തുറന്നു പറയാൻ നമുക്ക് കഴിയണം. എന്നിട്ടും അവർ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഫിസിക്കൽ ബൗണ്ടറി. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇത് പഠിച്ചു വരേണ്ടതാണ്. നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മുടെ ശരീരത്തെ സ്പർശിക്കാനോ അവർ ആക്സസ് ചെയ്യാനോ അവർക്ക് അനുവാദം കൊടുക്കരുത്. അത് നമ്മൾ തുറന്നു തന്നെ പറയണത് ചെറുപ്പം തൊട്ടേ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വലുതായി കഴിഞ്ഞാലും നമ്മൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ചിലർക്കൊക്കെ അടുത്ത് വരുന്നത്, ഹഗ് ചെയ്യുന്നത്, ഒരു ഷേക്ക് ഹാൻഡിന് അപ്പുറത്തേക്ക് പോകുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടക്കേട് തുറന്നു പറയാൻ നമുക്ക് കഴിയണം, എന്നാലേ മറ്റുള്ളവർക്കത് മനസ്സിലാവുകയുള്ളൂ. പിന്നെയുള്ളതാണ് ഇമോഷണൽ ബൗണ്ടറി. നമ്മൾ മനസ്സിൽ ചിന്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാനത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ വേറെ ആരാ അത് ചെയ്യുക എന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഏതൊരു വഴക്ക് ആരൊക്കെ തമ്മിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ പരിഹരിക്കാൻ അങ്ങോട്ട് പുറപ്പെടും. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്ക് കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആരുടെയെങ്കിലും പ്രശ്നമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ വഴക്ക് നടക്കുമ്പോൾ അയ്യോ അത് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഇമോഷണൽ ആ ഭാരം ഉണ്ടാവില്ലേ, അത് മൊത്തം നമ്മുടെ ജീവിതത്തിനെയും കൂടി ബാധിക്കും. അപ്പോൾ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ ഇമോഷൻസ് ഡംപ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളെ ഫോൺ ചെയ്യും. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ, പരാതികളും പരിഭവങ്ങളും പറയാൻ, അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പറയാൻ വേണ്ടി മാത്രം അവർക്ക് കേൾക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മളൊരു നല്ല ലിസണറായിരിക്കും. അപ്പോൾ ഇതൊരു പഴുതായിട്ട് അവർ മനസ്സിലാക്കുകയും എപ്പോഴും നമ്മളെ വിളിച്ച് ഇങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അങ്ങനെ ഇമോഷണലി നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ മാനസികാരോഗ്യത്തെ ഇത് വളരെയധികം ബാധിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആവാതിരിക്കുക. എത്ര കണ്ട് കേൾക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരിധി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പിന്നെയുള്ളതാണ് ഡിജിറ്റൽ ബൗണ്ടറി. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഫോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളൊരു റിയാക്ഷൻ മോഡിലേക്കാണ് പോവുക. ഒരുപാട് മെസ്സേജസുകൾ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാത്തിനും മറുപടി അയക്കുക. അങ്ങനെ ഒരു റിയാക്ഷൻ മോഡിലേക്ക് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്സസ് ആർക്കും കൊടുക്കാതിരിക്കുക. ഒരു ലിമിറ്റ് ചെയ്യുക. ഏതൊരു മെസ്സേജ് വന്നാലും ഉടനെ തന്നെ ഇൻസ്റ്റൻറ്റ് റിപ്ലൈ കൊടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഏത് കോൾ വന്നാലും അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക. നമ്മൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടതും കോൾ അറ്റൻഡ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഒക്കെ. നമ്മുടേതായ സമയത്ത് അർജൻറ്റ് കോളും മെസ്സേജും ഒന്നും അല്ലെങ്കിൽ തീർച്ചയായും അതിന് ഉടനെ മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രയോറിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സമയം മാറ്റി വയ്ക്കുക. ഇങ്ങനെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനും ഇമെയിൽസിന് റിപ്ലൈ കൊടുക്കാനും ഒക്കെ ആയിട്ട്, വിളിച്ചവരെ തിരിച്ചു വിളിക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുക. അത്യാവശ്യമല്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ, നോൺ എസെൻഷ്യലായ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കുക. എല്ലാം ഇപ്പോഴും നമ്മൾ ഓൺലൈനിലായിരിക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. ബീയിങ് അവൈലബിൾ ടു എവറി വൺ മീൻസ് അൺഅവൈലബിൾ ടു യുവർ സെൽഫ് എന്നാണ് പറയുക. എല്ലാവർക്കും എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെയുള്ളതാണ് മെറ്റീരിയൽ ബൗണ്ടറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണം, നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ വീട്, വാഹനങ്ങൾ, ഇതൊക്കെ ആർക്കൊക്കെ കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കണം, എത്ര തവണ കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു കണ്ടീഷൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഒരു ലിമിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിധികളില്ലാത്ത ഔദാര്യം ചൂഷണമാണ് എന്നാണ് പറയുക. നമ്മൾ എത്ര കണ്ട് ജനറോസിറ്റി കാണിച്ചാലും എത്രയൊക്കെ ദാനധർമ്മിഷ്ഠനായിരുന്നാലും ഇത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മളോട് മിനിമം നന്ദി പോലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അവരിത് നമ്മളൊരു ചൂഷണം ചെയ്യാനുള്ള ഉപാധിയായിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടായിരിക്കുക. അപ്പം
നമ്മൾ ഒരുപാട് കയ്യും കണക്കും ഇല്ലാതെ മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുന്ന ആളെ മഹാൻ എന്നല്ല ശരിക്കും പറഞ്ഞാൽ പറയുക, വിഡ്ഢി എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഒരു വിഡ്ഢി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ആവശ്യത്തിന് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു തവണ മേടിച്ചിട്ട് തിരിച്ചു തരാത്ത ആളുകൾക്ക് വീണ്ടും വീണ്ടും കടം കൊടുക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലായ്മയൊക്കെയാണ് നമ്മളെ ഭാവിയിൽ കടക്കാരനും ദരിദ്രനും ഒക്കെ ആക്കി മാറ്റുക. ഇപ്പം നമുക്കുണ്ടല്ലോ അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് ഈ സ്വീകരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ യാതൊരു ചിന്തയും ഉണ്ടായിരിക്കില്ല. അവൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് തരുന്നത്, അവനെന്താ കുറച്ചും കൂടി തന്ന എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പിന്നെയുള്ളതാണ് ഇൻ്റലക്ച്വൽ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും. അപ്പോൾ അത് മറ്റുള്ളവരെ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. അവർ അങ്ങനെയല്ലാന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് ആർഗ്യുമെൻറ്റിന് പോവും, വാദപ്രതിവാദങ്ങൾ നടത്തും. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അതുമില്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുക, അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അനാവശ്യമായിട്ട് നമ്മുടെ എനർജി കളയാതിരിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു തവണ പറയുക എന്നല്ലാതെ അവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയുക. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് നമ്മുടെ പോയിന്റ് പ്രൂവ് ചെയ്യണം, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. പിന്നെയുള്ളതാണ് ടൈം ബൗണ്ടറി. ഇഫ് യു ഡോണ്ട് പ്രൊട്ടക്റ്റ് യുവർ ടൈം അതേഴ്സ് വിൽ യൂസ് ഇറ്റ് എന്നാണ് പറയുക. നമ്മൾ നമ്മുടെ സമയം നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർ മൊത്തം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ളവർക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് ഒരുപാട് സമയം കൊടുക്കാതിരിക്കുക. നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെയും സമയം ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ കാര്യത്തിനായിട്ട് ആ സമയം ചിലവഴിക്കുക. എപ്പോഴും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയും അവൈലബിൾ ആയിട്ടിരിക്കുകയും മറ്റുള്ളവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പിന്നോക്കം പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ്സിനെയൊക്കെ ഇത് ബാധിക്കും.